ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. സംസ്ഥാനത്ത് ശക്തമായ മഴ പല ജില്ലകളിലും ഇപ്പോഴും പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി ഇപ്പോൾ തൃശ്ശൂർ അതുപോലെ തന്നെ മലപ്പുറം ജില്ല, ഈ രണ്ട് ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ പല മേഖലകളും വെള്ളത്തിലാണ്. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. തൃശ്ശൂരിൽ ഡാമുകളൊക്കെ തുറന്നിരിക്കുന്ന സാഹചര്യമാണ്. പല ഡാമുകളും ഇപ്പോൾ കൂടുതലായിട്ട് തുറന്നിരിക്കുന്ന സാഹചര്യമാണ്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. കൂടുതൽ ശക്തമായിട്ടുള്ള മഴ ഈ ഒരു മേഖലയിൽ ഉണ്ടാകാനുമുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മലപ്പുറം ജില്ലയിലും കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. ഇതിൻ്റെ ഒരു സ്വാധീനഫലമായിട്ട് പല മേഖലകളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കൂടാതെ ചിമ്മിനി ഡാമിൽ കനത്ത മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വെള്ളം തുറന്നു വിട്ടുകൊണ്ടുള്ള അപകട സാധ്യത ഒഴിവാക്കുന്നതിന് ഡാമിൽ നിന്ന് KSEB വൈദ്യുതി ഉൽപ്പാദനത്തിനായി കൂടുതൽ ജലം ഇപ്പോൾ എടുത്ത് കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ട്. ആയതിനാൽ കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. കൂടാതെ തൃശ്ശൂർ ജില്ലയിൽ 96 ക്യാമ്പുകളിലായി 3980 പേരാണ് കഴിയുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പല ജില്ലകളിലും റോഡുകളും തോടുകളും ഒന്നും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. കരുവാരക്കുണ്ട് മേഖലയിലൊക്കെ ശക്തമായിട്ടുള്ള മഴയിൽ വലിയ രീതിയിൽ തന്നെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം കൂടുതലായിട്ട് പുഴകളിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നതിന് നമുക്ക് അങ്ങോട്ട് നോക്കാൻ പോലും സാധിക്കത്തില്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. വലിയ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകളെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഒരു പ്രദേശം തന്നെ ഒന്നുമില്ലാതായി പോയിരിക്കുന്നവരും ചാരമായി മാറിയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പോൾ 270 മുകളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 250 ആളുകളെ കൂടി ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ്. അപ്പോൾ നമ്മളിത് പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ഉരുൾപൊട്ടലിൽ ഈ ഒരു രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടത് ഇടുക്കി ജില്ലയിലെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ഡാമിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എത്രമാത്രമായിരിക്കുമെന്നുള്ളൊരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ദൃശ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കേരളത്തിലെ 45 ലക്ഷം ജനങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വീഡിയോ അടുത്ത ദിവസം നമ്മൾ എയർ ചെയ്യുന്നതായിരിക്കും. അതുകൂടി കാണാൻ ശ്രദ്ധിക്കുക.